ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ. ലോകത്തെ നടുക്കിയ ഈസ്റ്റർ ദിന സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ഉത്തരവായത്. ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയത് പ്രാദേശിക മുസ്ലിം ഭീകരവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്ത് ആണെന്ന് ശ്രീലങ്കൻ മന്ത്രി രജിത സെനരത്നെ അറിയിച്ചു. വിശദാംശങ്ങളുമായി ന്യൂസ് 18 പ്രതിനിധി പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ്, 24 മണിക്കൂറിന് ശേഷം സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു വിവരം പുറത്തുവരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? പ്രദീപ്, കേൾക്കാമോ? പ്രദീപിലേക്ക് വരാം. ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകത്തെ നടുക്കിയ സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. അതേസമയം ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയത് പ്രാദേശിക മുസ്ലിം ഭീകരവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്ത് ആണ് എന്ന് ശ്രീലങ്കൻ മന്ത്രി രജിത സെനരത്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഔദ്യോഗികമായ ഒരു പ്രതികരണം സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നത് സംബന്ധിച്ച് വരുന്നതും ഇതാദ്യമായാണ്. ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഫോടനങ്ങളെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക്. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലടയുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി. ബസ് പോലീസ് പിടിച്ചെടുത്തു. സുരേഷ് കല്ലടയുടെ വൈറ്റിലയിലെ ഓഫീസ് അടച്ചുപൂട്ടാൻ പോലീസ് നിർദ്ദേശം നൽകി. അനധികൃതമായി പാഴ്സലുകൾ കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് നിർദ്ദേശം. പരാതിക്കാരൻ അജയ് ഘോഷിന്റെ പരാതി പോലീസ് രേഖപ്പെടുത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലട ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് അജയ് ഘോഷ് പറഞ്ഞു. രാത്രി 10 മണിക്ക് കയറുന്നു. പിന്നെ ഞാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. പിന്നെ ഒരു 1 മണിക്ക് ശേഷം ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് ബസ് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുക. അപ്പോൾ പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ഇതിലെ കുറച്ച് പാസഞ്ചേഴ്സും ഇതിലെ ഒരു ജീവനക്കാരനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകും. പിന്നെ ഞാൻ ഈ ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ സ്ത്രീകളടക്കമുള്ള ഒരു ബസ്സിലുണ്ട്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കല്ലടയിലെ വൈറ്റിലെ ഓഫീസിൽ നമ്പർ എടുത്തു. അവർ വിളിച്ചപ്പോഴത്തേക്ക് വളരെ മോശമായ രീതിയിലുള്ളൊരു പ്രതികരണം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് മെക്കാനിക്ക് വരും, ബെയറിങ് പോയതാണ്. തിരുവനന്തപുരത്ത് നിന്ന് മെക്കാനിക്ക് വന്നിട്ട് ബെയറിങ് മാറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോഴത്തേക്കും മണി ഏണ്ട 1:15 തിരുവനന്തപുരത്ത് നിന്ന് ഒരു മെക്കാനിക്ക് ഹരിപ്പാട് വരെ വരുമ്പോൾ വന്ന് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും രാവിലെ ഒരു 5 മണി 4 മണിക്കൂറെങ്കിലും എടുക്കും. ഈ നെറ്റ് സെർച്ച് ചെയ്ത് ഹരിപ്പാട് കായംകുളം DYSPയുടെ നമ്പർ എടുത്തു അദ്ദേഹത്തെ വിളിച്ചു, കാര്യം പറഞ്ഞു. അദ്ദേഹം അപ്പോൾ തന്നെ ഹരിപ്പാട് CA ബാബു സെബാസ്റ്റ്യൻ സാറിന് ആണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പോലീസുകാരും കൂടെ അവിടെ വന്നു. അദ്ദേഹം വളരെ ഈ സ്റ്റാഫിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അപ്പോഴും പറഞ്ഞു എനിക്ക് ആരെയും അറിയാൻ വയ്യെന്ന് പറഞ്ഞു. സാറ് പിന്നെ ഹരിപ്പാട് കല്ലടയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ട് സാറ് വളരെ കർശനമായിട്ട് പറഞ്ഞു, യാത്രക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള നിലപാടെടുത്തില്ലെങ്കിൽ ഞാൻ ഈ ബസ് കസ്റ്റഡിയിലെടുക്കും, നിങ്ങൾക്കെതിരെ കേസെടുക്കും. സാറൊരു കർക്കശ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ബസ് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബസ്സിൽ വന്ന 2 സ്റ്റാഫുണ്ട്, ഈ പുതിയ ബസ് വന്നത്. അപ്പോൾ ഇവരുടെ മാറി നിന്നിട്ടുള്ള ഹൈഡ് ചെയ്ത് നിന്നിരുന്ന ബാക്കി 2 സ്റ്റാഫ് കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ബസ്സിൽ ഓരോരുത്തരായിട്ട് കയറി. ഞാനും ഒരാളുകൂടെ എങ്ങാണ്ട് പുറത്തുണ്ട്. അവിടെ അന്നേരം ഈ കേടായ ബസ്സിലെ ഡ്രൈവർ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ത തേവടിയാ മോനാണ് പോലീസിനെ കൂപ്പിട്ടതെന്ന് പറഞ്ഞു. ഉടനെ ഇതിൽ രാജെന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് വന്ന് എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഫ്ലൈറ്റ് മിസ് പണിയാൽ നീ എന്നെ പണ്ണൂടാ, പോലീസിനെ കൂപ്പിടുമോ? അതുമാതിരി തന്നെ ബസ് ഫ്ലൈറ്റ് കേടായാൽ എന്ത് ചെയ്യും? അങ്ങനെ ചോദിച്ചു. കൊങ്ങയ്ക്ക് പിടിച്ചു. ഇത് കണ്ടുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസായ ചെറുപ്പക്കാർ അവരോടി വന്നു പിടിച്ചു മാറ്റി. ഇതാണ് അവിടെ ഈ ഉണ്ടായ സംഭവം. അല്ലാതെ ഇവരുടെ കിളിയെ വലിയ മാരകമായി മർദ്ദിച്ചു അങ്ങനെ ഒന്നും ഇല്ല. ഈ രാജൻ്റെ കൊങ്ങയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ബസ്സിൻ്റെ ഡോറിൻ്റെ അവിടെ. ബസ് പുറപ്പെട്ടു. വൈറ്റിലേ വന്നപ്പോൾ ഇവരുടെ കുറച്ച് ഗുണ്ടകൾ ബസ്സിലേക്ക് ചാടി കയറി പോലീസാണെന്ന് പറഞ്ഞ് ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചു. പിന്നെ വേറെ 2-3 രൂപ കയറി വന്നപ്പോൾ അവരുടെ ലുക്കൊക്കെ കണ്ടു പോലീസ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ തല്ലണങ്ങ് തുടങ്ങി. ആ പിള്ളേരെ തല്ലി ബസ്സിൽ നിന്ന് പിടിച്ചിറങ്ങാൻ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയാലെന്ന് പറഞ്ഞാൽ എന്നെ ബലമായിട്ട് 4-5 പേര് കൂടെ കയറി കഴിഞ്ഞ് ബലമായിട്ട് എടുത്ത് പുറത്തിട്ടിട്ട് കല്ലിനാണ് പുറത്തിടിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കല്ലിന് ഇടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ വന്നു. അവർ ചെറുത്ത് നിൽക്കാൻ നോക്കിയപ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുതറി ഓടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു.
ഡാനി, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ സഹിതം വലിയ രീതിയിൽ പ്രചരണം നടന്നതിന് ശേഷമാണ് ഇതിൽ പോലീസ് നടപടികൾ ഉണ്ടാകുന്നത്. ഇതിനോടകം എന്തൊക്കെ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്? രേണുക, ഇതിൽ പോലീസ് നടപടിയെടുക്കാൻ ഒടുവിൽ നിർബന്ധിതരാകുകയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം വലിയ രീതിയിലാണ് ഇതിൽ പരസ്യമായി തന്നെ ആക്ഷേപങ്ങൾ വന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നിരുന്നു. തുടർന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികൾ. മരട് പോലീസ് ഇതിൽ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ജീവനക്കാരെ, സുരേഷ് കല്ലട ഓഫീസിൽ 2 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പ്രത്യേകിച്ച് അജയ് ഘോഷിന്റെ മൊഴിയിൽ അദ്ദേഹം അനുഭവിച്ച മർദ്ദനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബസ്സിലെ മറ്റ് യാത്രക്കാർക്ക് ഉണ്ടായ വൈഷമ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം മറ്റുള്ളവരെ, പരിക്ക് പറ്റിയ മർദ്ദനമേറ്റ മറ്റു ചിലരെ കൂടി കിട്ടാനുണ്ട്. പോലീസ് അവരെ കൂടി അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. അവരിൽ നിന്നുകൂടി വിവരം ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ പേർക്കെതിരെ ഇതിൽ നടപടിയെടുക്കേണ്ട കാര്യങ്ങളിലേക്ക് പോവുക. കൂടുതൽ വകുപ്പുകൾ ചേർത്ത് അന്വേഷണങ്ങൾ നടത്തേണ്ടതിലേക്ക് പോലീസ് പോകുക. ഏതായാലും സംഭവം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നതെന്നും തുടർ നടപടികൾ തീർച്ചയായും ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. മരട് പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം തുടരുകയുമാണ്. ഏതായാലും കസ്റ്റഡിയിൽ പോലീസ് വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ RTO അധികൃതർ ഇത് പരിശോധിച്ചും വരികയാണ്. രേണുക, ഡാനിപ്പോൾ വിവരങ്ങൾ നൽകിയത്. അതേസമയം ബസ്സിൽ മർദ്ദനത്തിനിരയായ യുവാക്കളെ അധിക്ഷേപിച്ച് കല്ലട മാനേജ്മെന്റ് രംഗത്ത് വന്നു. യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് മാനേജർ രവീന്ദ്രൻ പറഞ്ഞു. യുവാക്കൾ ബസ് ജീവനക്കാരെ മർദ്ദിച്ചെന്നും ഇയാൾ ആരോപിച്ചു. അതിനുള്ളിൽ ഡ്രൈവറെയും ക്ലീനറെയും മർദ്ദിക്കുകയാണ് ഉണ്ടായത് ഹരിപ്പാട് വെച്ച്. അത് 3 പേരാണ് ആകെ കുഴപ്പമുണ്ടാക്കിയുള്ളൂ. വണ്ടിയിൽ ഫുൾ സീറ്റായിരുന്നു. 48 പാസഞ്ചറുള്ളതിൽ 3 പേരാണ് ഈ ഡ്രൈവറെയും ക്ലീനറെയും മർദ്ദിച്ചത്. വണ്ടിയിലെ പാസഞ്ചേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇവൻ അവിടുന്ന് കയറിയപ്പോൾ കഞ്ചാവാണ്. ഈ കക്ഷി 2 പേരും കഞ്ചാവാണ്. കല്ലട ബസ്സിലുണ്ടായതുപോലെയുള്ള ഗുണ്ട ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് PT തോമസ് MLA. വൈറ്റിലയിലെ കല്ലട ഓഫീസ് അടച്ചുപൂട്ടാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും PT തോമസ് അറിയിച്ചു. കല്ലട ഓഫീസിൽ പോലീസ് പരിശോധന നടക്കുന്നതിനിടെ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു PT തോമസിന്റെ പ്രതികരണം. ഏതായാലും ഇപ്പോൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ അവരത് ഓഫീസ് ഇപ്പം തൽക്കാലം പൂട്ടുകയാണ്. പൂട്ടി മേലധികാരികളുമായി സംസാരിച്ച് ഈ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും ബസ്സുകാരുടെ മാത്രമല്ല, ഇത്തരം ഒരു ഗുണ്ടാരാജ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിരിക്കുകയാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ. ചെറുതും വലുതുമായ ഓരോരോ സംഭവം ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ഗുണ്ടായിസം, ആളെ പണവും ഗുണ്ടാ പിൻബലവും ഉണ്ടെങ്കിൽ ആളുകളെ എന്ത് ചെയ്യാം എന്നൊരു ധാരണ നമ്മുടെ നാട്ടിൽ ശക്തമായിരിക്കുകയാണ്. അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പോളിംഗ് നാളെ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 2,61,00,000 വോട്ടർമാരാണ് രാജ്യഭരണം തീരുമാനിക്കാൻ കേരളത്തിൽ വിധിയെഴുതുന്നത്. 2.88 ലക്ഷം പേർ ഇതിൽ കന്നി വോട്ടർമാരാണ്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള 219 ബൂത്തുകളുടെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തു. നിശബ്ദ പ്രചരണ തിരക്കിലാണ് ഇന്ന് രാഷ്ട്രീയ കേരളം. പരസ്യ പ്രചരണം അവസാനിച്ചെങ്കിലും സ്ഥാനാർത്ഥികളുടെ തിരക്കൊഴിയുന്നില്ല. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. കണക്കുകൂട്ടലും തന്ത്രമൊരുക്കലുമായി രാഷ്ട്രീയ നേതൃത്വവും സജീവമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിലെത്തിച്ചു. സ്വതന്ത്രവും നീതിപൂർവ്വവും നിഷ്പക്ഷ ഭയമില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ ബൂത്തുകൾ തയ്യാറാകും. നാളെ രാവിലെ 6-ന് പരീക്ഷണ പോളിംഗും 7-ന് വോട്ടെടുപ്പും ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെ വോട്ട് ചെയ്യാം. ആകെ 2,61,00,000 വോട്ടർമാർ. അതിൽ 2,88,00,000 പേർ കന്നി വോട്ടർമാരാണ്. 24,970 പോളിംഗ് സ്റ്റേഷനുകൾ. കൂടുതൽ വോട്ടർമാർ മലപ്പുറത്ത്, കുറവ് വയനാട്ടിൽ. 359 അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളും 831 പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട്. വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി മാവോയിസ്റ്റ് ഭീഷണിയുള്ള 219 ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണമുണ്ടാകും. 3,621 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗുമുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജം. നാളെ രാവിലെ 7 മുതൽ വോട്ടെടുപ്പ്. ക്യാമറമാൻ മനുവിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.
ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ കേസെടുത്തു. അഴിമതി നിരോധന നിയമപ്രകാരം കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാമെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രാഥമികാന്വേഷണത്തിൽ ആരോപണത്തിൽ CPM ഗൂഢാലോചനയാണെന്ന വാദം ശരിയല്ലെന്ന് കണ്ടെത്തിയിരുന്നു. രാഘവന്റെ മൊഴിയും വീഡിയോ ദൃശ്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും ആരോപണം തെളിയിക്കുന്ന കാര്യങ്ങൾ രാഘവന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണ സംഘം വിലയിരുത്തി. അതേസമയം തന്നെ CPM വേട്ടയാടുകയാണ് തന്നെയെന്നും ഇതിനുള്ള മറുപടി ജനം നാളെ നൽകുമെന്നും MK രാഘവൻ പ്രതികരിച്ചു. ഇതിൻ്റെ മറുപടി നാളെ നൽകും. റിസൾട്ട് നിങ്ങൾക്ക് മെയ് 23 രാവിലെ കേൾക്കാം. CPM-ഉം പോലീസും ഗവൺമെൻറ്റും ഒരുമിച്ച് എൻ്റെ നേരെ നടത്തുന്ന വേട്ടയാടൽ അതിന് കൃത്യമായി കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ മറുപടി പറയും. ശ്രീലങ്കയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി നാവികസേനാ കേന്ദ്രത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കടലിലെ സുരക്ഷാ പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഫോടനം നടത്തിയവർ കടൽ മാർഗം കേരളത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ശ്രീലങ്കയിലെ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതയിലായിരുന്നു. ഇപ്പോൾ നാവികസേന ആസ്ഥാനത്ത് കൂടുതൽ സുരക്ഷ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയവർ കേരള തീരത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തീരത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ കടൽ ഭാഗത്ത് നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാവികസേനാ കേന്ദ്രത്തിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നാവികസേനാ കേന്ദ്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നാവികസേനാ കേന്ദ്രത്തിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടേണ്ട വിധത്തിലുള്ള സംവിധാനമായിരിക്കും ഇവിടെ ചെയ്യുക. സുരക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സുരക്ഷയുടെ ഭാഗത്ത് പ്രത്യേക നിയന്ത്രണങ്ങളല്ല ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. കടലിലുള്ള പെട്രോളിംഗ് സാധാരണഗതിയിൽ തന്നെ നടത്താറുണ്ട്. അത് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശത്തേക്ക് സ്ഫോടനം നടത്തിയവർ എത്താനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രമല്ല, ശ്രീലങ്കയിൽ നിന്ന് ഏറ്റവും വേഗം രക്ഷപ്പെട്ടെത്താൻ കഴിയുന്ന ഒരു പ്രദേശം കേരളമാണ് എന്നും കരുതുന്നു. അതുകൊണ്ട് ഇവിടേക്ക് അവർ എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ശരി, എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJPയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും അനുവദിച്ചില്ലെന്ന് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ. മണ്ഡലം മുഴുവൻ ഇതായിരുന്നു അവസ്ഥയെന്നും രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു പ്രത്യേക സമുദായം ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശത്ത് 2 സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഇതും പഠിക്കാനേ സ്ഥലമുള്ളൂ. മൂന്നാമതൊരു എനിക്ക് അവിടെ സ്പേസ് ഇല്ല. ഞാൻ സമുദായം ഏതാണെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ പറ്റും. ആ സമുദായം കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിക്കുന്ന എല്ലായിടത്തും നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ എനിക്ക് എൻ്റെ ഒരു പോസ്റ്റർ പതിക്കാനോ ഒരു ചുവരെഴുത്ത് നടത്താനോ അവർ അനുവാദം തരില്ല. ആ പ്രദേശത്തുള്ളവരാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ കുഴപ്പമൊന്നുമില്ല. ആ പ്രദേശത്തുള്ള ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ആ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. കേരളം ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. പ്രതികരണങ്ങൾ കാണാം. വിജയം നമ്മളുടെ ആയിരിക്കും. കഴിഞ്ഞ തവണയും കാലത്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുക, പ്രതീക്ഷയല്ല, ജയിക്കുക. യാതൊരു വിധത്തിലുള്ള അടിയൊഴുക്കുകളും ഭയപ്പെടാൻ തക്ക വിധത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വോട്ടുകളും കൂടുതൽ ഭൂരിപക്ഷത്തോടും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നേടാൻ കഴിയുമ്പോൾ ആറ്റിങ്ങലും ആ മാലയിലെ ഒരു കണ്ണിയായി ഞങ്ങളും അങ്ങനെ ആയിക്കോട്ടെ. ചവറ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് മുൻകൈ വരുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഒരു വിജയം സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങളുടെ വിശ്വാസം. KC വേണുഗോപാലിന്റെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തും. 7 അസംബ്ലി മണ്ഡലം ലീഡ് ചെയ്യും. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹരിപ്പാടായിരുന്നു ഒരു സ്വല്പം പുറകിൽ നിന്നിരുന്നു. അത് കവറപ്പ് ചെയ്യും. യാതൊരു സംശയവും വേണ്ട, UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും. കോട്ടയത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വോട്ടുകൾ ചെയ്യും എന്ന പൂർണ്ണമായ ഒരു വിശ്വാസമാണ് എനിക്കും പ്രവർത്തകർക്കും ഒക്കെ ഉള്ളത്. തികഞ്ഞ ആത്മവിശ്വാസം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം പൂർത്തീകരിക്കുമ്പോൾ എനിക്കുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം കൊച്ചിക്കാർക്ക് അറിയാം അവർക്ക് എന്താ വേണ്ടെന്ന്. ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. താഴെ തലത്തിലുള്ള ജനങ്ങൾ വളരെയേറെ UDF വരണമെന്നുള്ള അമിതമായ ആവേശവും ആഗ്രഹത്തിലുമാണ്. അതിന്റെ പ്രതിഫലനം എല്ലായിടത്തും കാണാം. നിഷ്പക്ഷമതികളുടെ വോട്ടായിരിക്കും എൻ്റെ മാർജിൻ. ഉയർന്ന ഭൂരിപക്ഷത്തിലായിരിക്കും
ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലത്തൂരിൽ ചരിത്ര വിജയം കുറിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനം മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം MP എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ കൂടി ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ കണ്ടിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഇത് വെറുതെ അല്ല. പാലക്കാട് ഇത്തവണ UDF തിരിച്ചു പിടിച്ചിരിക്കും. ഡൽഹിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇങ്ങോട്ട്. ജനറലായിട്ട് തന്നെ UDFന് ഭൂരിപക്ഷം കൂടുന്ന സാഹചര്യമുണ്ട്. ആ കൂടുതൽ മലപ്പുറത്തും ഉണ്ടാവും. മാനസികമായി ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയം മലപ്പുറം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞാൽ, കൗണ്ടിംഗ് കഴിഞ്ഞാൽ പ്രദീപ് കുമാർ MLA തുടരും, MK രാഘവൻ MP തുടരും. നല്ല വിജയപ്രതീക്ഷയാണ്. വിജയം സുനിശ്ചിതം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന 25,000-നും 60,000 ഇടയ്ക്ക് വോട്ടിന് ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ വടകര മണ്ഡലം ജയിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഈ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുരവസ്ഥ ഓർക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് പൂർത്തിയാകും. ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും നാളെ വിധിയെഴുതും. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് നാളെയാണ്. 13 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 116 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. കേരളത്തിനു പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിലെ 10-ഉം ഛത്തീസ്ഗഡിലെ 7-ഉം ഒഡീഷയിലെ 6 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ടത്തിൽ വ്യാപക ആക്രമണം നടന്ന പശ്ചിമബംഗാളിലെ 5 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പുണ്ട്. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷാ, വയനാട്ടിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മെയിൻപുരിയിൽ പോരാട്ടത്തിനിറങ്ങിയ മുലായം സിംഗ് യാദവ് എന്നിവരാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖർ. മല്ലികാർജുൻ ഖാർഗെ, ശരത് യാദവ്, അസം ഖാൻ, ജയപ്രദ, വരുൺ ഗാന്ധി, അനന്ത്കുമാർ ഹെഗ്ഡെ എന്നിവരും നാളെ ജനവിധി തേടും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യനീക്കം പൊളിഞ്ഞതോടെ ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. PCC അധ്യക്ഷ ഷീല ദീക്ഷിത്, അജയ് മാക്കൻ എന്നിവരടക്കം 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. രാഹുൽ സമർപ്പിച്ച പത്രികയിൽ പിഴവുകളില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തി. വയനാട്ടിലും അമേഠിയിലും ഉയർന്ന പൗരത്വ വിഷയത്തിൽ രാഹുൽ മറുപടി പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവ്ലാൽ ആണ് നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്നായിരുന്നു ധ്രുവ്ലാലിന്റെ ആരോപണം. രാഹുൽ ഗാന്ധി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബ്രിട്ടൻ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ വിവരങ്ങളിൽ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ധ്രുവ് ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ വസ്തുതാപരമല്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തി. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ചും അവ്യക്തതയില്ല. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള ധ്രുവ്ലാലിന്റെ ആക്ഷേപവും റിട്ടേണിംഗ് ഓഫീസർ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. എന്നാൽ പൗരത്വവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധി വ്യക്തത വരുത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് കമ്പനി രേഖകൾ ഉണ്ട് എന്നും BJP ആരോപിക്കുന്നു. Rahul Gandhi deliberately chose a different name, or has he been trying to hide his citizenship of other countries through fake information in India? So certainly this is something Rahul must clarify. പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുലിന്റെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചത് കോൺഗ്രസിനെ ആശങ്കയിലാക്കിയിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ ഖേദമറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പ്രചാരണ ചൂടിനിടെ പറഞ്ഞ കാര്യങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് രാഹുൽ സുപ്രീംകോടതിയെ അറിയിച്ചു. കോടതി ക്ലീൻ ചിറ്റ് നൽകിയെന്ന് കാട്ടി പ്രധാനമന്ത്രി വ്യാജ പ്രചരണം നടത്തുകയാണെന്നും രാഹുൽ ആരോപിച്ചു. രാഹുലിന്റെ വിശ്വാസ്യത നഷ്ടമായെന്ന് BJP പ്രതികരിച്ചു. सुप्रीम कोर्ट कहता है कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर है. കാവൽക്കാരൻ കള്ളനെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന ഈ പരാമർശത്തിനെതിരെ BJP നേതാവ് മീനാക്ഷി ലേഖി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. പ്രധാനമന്ത്രി കള്ളനാണെന്ന് കോടതി കണ്ടെത്തിയതായി തിരഞ്ഞെടുപ്പ് ചൂടിൽ ആലങ്കാരികമായി പറഞ്ഞതാണ്. രാഷ്ട്രീയ എതിരാളികൾ പരാമർശം
ദുരുപയോഗിക്കുകയായിരുന്നു. പരമോന്നത കോടതിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കാൻ താൽപ്പര്യമില്ല. കാവൽക്കാരൻ കള്ളനാണെന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാനാകില്ലെന്നും രാഹുൽ പറയുന്നു. റഫാലിൽ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതായി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അവകാശപ്പെടുന്നത് കോടതിയുടെ പേരിലുള്ള വ്യാജ പ്രചാരണമാണെന്ന പ്രത്യാക്രമണവും രാഹുലിന്റെ മറുപടിയിലുണ്ട്. ഖേദപ്രകടനത്തിലൂടെ രാഹുലിന്റെ വിശ്വാസ്യത നഷ്ടമായതായി BJP. So this is an admission of guilt by Rahul Gandhi, and today he stands completely as a guilty individual in the court of public opinion as well. കോടതിയിൽ മറുപടി ഫയൽ ചെയ്തതിന് പിന്നാലെ കാവൽക്കാരൻ കള്ളനാണെന്ന് മെയ് 23-ന് ജനവിധി വരുമ്പോൾ വ്യക്തമാകുമെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തു. एक मैं हूंगा, एक नरेंद्र मोदी होंगे, बात करेंगे, 15 मिनट बात होगी. मैं आपको बता रहा हूं, नरेंद्र मोदी जी हिंदुस्तान के सामने अपना मुंह नहीं दिखा पाएंगे. दूध का दूध, पानी का पानी हो जाएगा. രാഹുലിന്റെ മറുപടി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. മറുപടി അംഗീകരിച്ചാൽ കോടതിയലക്ഷ്യ ഹർജിയിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ സുപ്രീംകോടതി അഭിഭാഷകരുടെ സംഘടനകളും ജീവനക്കാരുടെ സംഘടനയും രണ്ട് തട്ടിൽ. ഫുൾ കോർട്ട് നേതൃത്വത്തിലുള്ള സമിതി പരാതി അന്വേഷിക്കണമെന്ന് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിന്റെ സംഘടന ആവശ്യപ്പെട്ടു. പരാതി പരിഗണിച്ച അസാധാരണ നടപടികളെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി ബാർ അസോസിയേഷനും രംഗത്തെത്തി. ഇത്തരം സാഹചര്യങ്ങളിൽ ഫുൾ കോർട്ടാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ ജീവനക്കാരുടെ സംഘടന ചീഫ് ജസ്റ്റിസിന് പിന്തുണ പ്രഖ്യാപിച്ചു. പരാതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് 3 അഭിഭാഷകർ രാവിലെ സുപ്രീംകോടതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. ISRO ചാരക്കേസിൽ മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നിശ്ചയിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് V. ഗോപാലഗൌഡയെ നിയമിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. നമ്പി നാരായണനെ കുടുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിശ്ചയിക്കാൻ ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് DK ജെയിൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ മുൻ സുപ്രീംകോടതി ജഡ്ജി V. ഗോപാലഗൌഡയുടെ പേര് നിർദ്ദേശിച്ചത്. കോടതി ഇക്കാര്യത്തിൽ നമ്പി നാരായണന്റെ അഭിപ്രായം തേടി. കേരളത്തിന് പുറത്തുനിന്നുള്ള ജഡ്ജിയുടെ പേരാണ് പരിഗണിക്കുകയെന്ന് കോടതി അറിയിച്ചു. പത്തനംതിട്ട അടൂർ ഏനാത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. ഏനാത്ത് സ്വദേശി കുരുമ്പേലിൽ നാസറിന്റെ മക്കളായ നാസിം, അജ്മൽ, ഇവരുടെ ബന്ധു നിയാസ് എന്നിവരാണ് കല്ലടയാറ്റിലെ തെങ്ങുംപുഴയിൽ മുങ്ങി മരിച്ചത്. മണ്ണടി തെങ്ങാമ്പുഴയ്ക്ക് സമീപമുള്ള കടവിലാണ് ഉച്ചയോടെ കുട്ടികൾ കുളിക്കാനായി ഇറങ്ങിയത്. ഒഴുക്കിൽപ്പെട്ടത് കണ്ട് നാട്ടുകാർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മുങ്ങിത്താഴുകയായിരുന്നു. പിന്നീട് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.